DC എനിക്കൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും. എങ്ങനെ ഇങ്ങനെയൊരു പ്രൊജക്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അത്ഭുതമുണ്ട്. ഞാനും ലോകേഷ് സാറും തമ്മിലുള്ളൊരു ബോണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് തന്നെയാണ് സെബാസ്റ്റ്യനും ദാസും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽഡാകാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അരുൺ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും റോക്കി തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ടുപോയിട്ട് മുല്ലപ്പൂവും റോസാപ്പൂവായിട്ട് വരാൻ പറയില്ല എന്തായാലും. ഡയലോഗ് ഇല്ലാതെ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ വെൽക്കം ടു അരുൺ മാതേശ്വരൻസ് വേൾഡ് എന്ന് പറഞ്ഞ് ലോകേഷ് സാർ പറയുണ്ടായി. ഞാൻ ആക്ടിങ് ഭയങ്കര സിമ്പിളാണെന്നാണ് വിചാരിച്ചത്, ഇനി ഞാൻ അഭിനയിക്കാൻ ആരും വിളിക്കരുത്, ഞാൻ വരില്ല എന്നുള്ള രീതി. അല്ലുവിൻ്റെ പ്രൊജക്റ്റ് റിലീസായി, അതിൻ്റെ റെസ്പോൺസ് നല്ല രീതിയിൽ വരുന്ന സമയത്ത് ഞാൻ ഇനി ഇൻ്റർവ്യൂ കൊടുത്തോളാം എന്നും പറഞ്ഞു. എനിക്ക് ആ കോൺഫിഡൻസ് ഭയങ്കര ഇഷ്ടമായി. വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് അഭിനയം നിർത്തിയാൽ മതി എന്നുള്ളൊരു സോണിലാണ് ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം സഹായിച്ച് ആദ്യം കൊണ്ടുപോയി നിർത്തുന്നത് വിജയ് സാർ. ലോകേഷ് കനകരാജ്, അരുൺ മാതേശ്വരൻ ചിത്രം DC ഇപ്പോൾ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ചിത്രത്തിൽ സെബാസ്റ്റ്യൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണവ് ടിയോഫിനാണ് നമ്മളോടൊപ്പം. വെൽക്കം. നമസ്കാരം. ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ചിത്രമാണ് DC. അപ്പോൾ DC തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്, ആ തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഞാനും ഇതിൻ്റെ പ്രിവ്യൂ ഷോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആക്ച്വലി ഡബ്ബിങ് ഔട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ വർക്ക് ചെയ്ത സീക്വൻസിൻ്റെ കുറച്ച് സീക്വൻസും പിന്നെ റൺ ചെയ്ത റഷ്യം കുറച്ച് കണ്ടു. അതല്ലാതെ ഞാൻ സിനിമ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ആക്ച്വലി തിയേറ്ററിൽ തന്നെയാണ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ചെന്നൈയിൽ അവരുടെ കൂടെ കാണാൻ പറ്റിയില്ല, ടീമിൻ്റെ കൂടെ. ഞാൻ ആക്ച്വലി ഒരു കൊച്ചിയിലൊരു പ്രൊജക്റ്റിൻ്റെ ഡിസ്കഷന് വേണ്ടി വന്നപ്പോൾ ഇവിടെയാണ് ഞാൻ കണ്ടത്. ആദ്യത്തെ ദിവസം കുറച്ച് ഡള്ളായിരുന്നു. സിനിമ എന്താണെന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടൻ്റെ ചോദിച്ചു, ഓക്കെ ആണോ, ഫസ്റ്റ് ഹാഫ് വർക്കായിട്ടുണ്ട് ബ്രോ, സെറ്റാണെന്ന് പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫ് എനിക്ക് ഓൾറെഡി നല്ല കോൺഫിഡൻസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അരുൺ മാതേശ്വരൻ സാറിൻ്റെ ഒരു ടെറിട്ടറിയാണ്. അവിടെ ഫുൾ പാക്ക് ആൻഡ് ലോഡഡ് ആയിട്ടൊരു സാധനം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ല റെസ്പോൺസായിട്ട് സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും പടം ഇഷ്ടമായി. പിന്നെ ചെന്നൈയിൽ നിന്ന് അപ്പം തന്നെ നമുക്ക് കോളും വന്നു, പടം വർക്കായിട്ടുണ്ട്, പടം ബ്ലോക്ക് ബസ്റ്ററാണ്. തെലുങ്കാനയിൽ നിന്നും കോൾസ് വരുന്നുണ്ട്, അവിടെയും പടം ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ ആ ഒരു വീക്കെൻഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഫോണുകളും മെസ്സേജുകളും തുരുതുരാന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ വർക്ക് ചെയ്തൊരു പടം, അതും ലോകേഷ് സാറിൻ്റെ കൂടെ അരുൺ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു പടം ഇത്രയും ഹ്യൂജായിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഈ തിയേറ്ററിൽ ഏറ്റവും ഹൈ കിട്ടുന്ന വെച്ചാൽ അനിരുദ്ധിന്റെ മ്യൂസിക് കൊണ്ടാണ്. പക്ഷെ ഷൂട്ടിംഗ് സമയത്ത് ഇവിടെ ഈ അനിരുദ്ധ് ഇങ്ങനെ ഒരു സാധനം മിക്സ് ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇത് തിയേറ്ററിൽ കേട്ടുമ്പോൾ എന്തായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? ആക്ച്വലി ഇത് ഒരു മ്യൂസിക്കൽ പരിപാടിയാണെന്നുള്ളത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഡയറക്ടർ പറഞ്ഞായിരുന്നു. ഇതൊരു എക്സ്പെരിമെൻ്റലായിട്ട് നമുക്ക് മ്യൂസിക്കും കൂടെ ഉള്ളിൽ കണക്ട് ചെയ്ത് വരുന്നൊരു സാധനമാണെന്നുള്ളത്. അപ്പോൾ ഏത് രീതിയിലാണ് ഓരോ സീക്വൻസിനും ഇവർ സ്കോർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ ഷൂട്ട് ചെയ്യുമ്പോൾ. ബട്ട് എങ്ങനെയാണ് അത് കൺവേ ചെയ്തത്, കൺവിൻസിങ് ആയിട്ട് പുള്ളി എങ്ങനെ പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഷോട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോഴും പുള്ളിയുടെ ടേബിളിലേക്ക് അതിൻ്റെ റോ ഫുട്ടേജ് വരുമല്ലോ, സ്പോട്ട് എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് തന്നെ പുള്ളി ഒരു റെഫറൻസ് മ്യൂസിക്, പുള്ളിയുടെ അടുത്തൊരു കുഞ്ഞ് സ്പീക്കറുണ്ട്, ആ സ്പീക്കർ എപ്പോഴും പുള്ളി കയ്യിൽ വെച്ചിട്ട് ആ റെഫറൻസ് മ്യൂസിക്കോട് കൂടെ ആ ഷോട്ട്, ആ ഫുട്ടേജ് പുള്ളി കാണത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കറിയാം പുള്ളിയുടെ സിനിമ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏത് സാധനമാണ് മ്യൂസിക്കാണ് കണക്റ്റ് ആവുക എന്നുള്ളത്. അത് നമുക്ക് കാണിച്ചു തരും. കാരണം ഞാൻ ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഓൾറെഡി നിങ്ങൾ മ്യൂസിക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഫറൻസ് മ്യൂസിക് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇല്ല, ഇത് ജസ്റ്റ് റെഫറൻസ് ആണ്, ഈ ഒരു സ്റ്റൈലിലായിരിക്കും നമ്മൾ അണിയുടെ അടുത്തേക്ക് ഈ സാധനം കൊണ്ടുപോകാൻ പോകുന്നത്, പിന്നെ അണി നമുക്ക് ഒരെണ്ണം ചെയ്തു തരും. അതാണ് നമ്മൾ ആക്ച്വലി പടത്തിൽ കണ്ടത്. ഞാനും ആക്ച്വലി കയ്യിൽ നിന്ന് പോയി എൻ്റെ. നമുക്കൊരു നിമിഷം ശ്വാസം പോലും വിടാൻ സമയമില്ലാത്ത രീതിയിൽ ഓരോരോ പോയിന്റിലും BGM ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അണി വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റിൽ ഒരു കുഞ്ഞ് ഭാഗമാകാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷം. ഇപ്പോൾ സെബാസ്റ്റ്യൻ എന്ന ക്യാരക്ടർ, ലൈക്ക് അയാളുടെ ഒരു ജേണി, അതൊരു അധികം ഈ കഥാപാത്രത്തിന് ലെങ്ത് ഇല്ല, ഒരു ഡ്യൂറേഷൻ ഉള്ള ഒരു ക്യാരക്ടർ അല്ല. പക്ഷെ ഉള്ള മൊമെന്റ്സ് കൊണ്ട് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് ഇയാൾ ഹിറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അയാൾ കഥാപാത്രത്തിലേക്ക് വിളിക്കുന്നു, ആ പ്രൊജക്റ്റ് ഇന്നാകുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഓർമ്മകൾ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ആക്ച്വലി. എൻ്റെ ലൈഫിൽ എനിക്ക് ഓരോ സിനിമ കിട്ടുന്നതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാസ്റ്റിൻ്റെ കൂടെയും അത്രയും നല്ല ടെക്നീഷ്യൻസിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതല്ല ഒരിക്കലും.
നമുക്കവിടെ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ ഓടുന്നു. ദൈവം സഹായിച്ച് നമ്മളെ അങ്ങോട്ട് എത്തിക്കുന്നു. നമ്മുടെ കോണ്ടാക്ട്സ് നമുക്ക് കുറച്ച് കുറച്ചായി ബിൽഡാകുന്നു എന്നുള്ളൊരു പാറ്റേണിലാണ് ഇത് വർക്ക് ആകുന്നത്. അതേപോലെ ഇങ്ങനൊരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് വിളിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒറ്റ പ്രതീക്ഷയും ഇല്ല. എന്താ നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. ബട്ട് നരിവേട്ടയെ സംബന്ധിച്ചിടത്തോളം നരിവേട്ട കഴിഞ്ഞ ശേഷം നമുക്ക് കുറേ കോൾസ് വന്നു. കാരണം താമി എന്ന് പറയുന്ന ക്യാരക്ടർ ഇമോഷണലി ആൾക്കാർക്ക് കണക്റ്റ് ആയത് കാരണം. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ ആൾക്കാരുടെ കണ്ണിൽ എത്തിപ്പെടാൻ പറ്റില്ല. അതേപോലെ നമ്മൾ സിനിമ ചെയ്യുന്നുണ്ടോ, സിനിമയിൽ ഇവനുണ്ടോ എന്ന് പോലും മറന്നു പോകുന്നൊരു സ്റ്റേജ് ആകും. സോ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അരുൺ സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ നരിവേട്ട ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇടുകയും പുള്ളി ആ സിനിമ കാണാൻ ഇടയാകുകയും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്നൊരു മെസ്സേജ് ഇടുകയും ചെയ്തു. അതിനുശേഷമാണ് DC എന്നുള്ള പ്രൊജക്റ്റ് ബിൽഡാവുന്നത്. പിന്നെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ച് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഞാൻ ആലോചിച്ചത് ഈ ഒരു ക്യാരക്ടർ ഈ ഒരു സോണിൽ നിന്നുകൊണ്ട് ഇത്രയും ഡ്യൂറേഷൻ ടൈമിൽ ഈ സിനിമയിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ എങ്ങനെ ഇത് ആളുകളിലേക്ക് എത്തും എന്നുള്ളൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ട പോർഷൻ നമ്മൾ എന്തായാലും ഭംഗിയാക്കി ചെയ്യണം. അതിന് സഹായിച്ചത് ലോകേഷ് സാർ തന്നെയാണ്. ഞാനും ലോകേഷ് സാറും തമ്മിലുള്ളൊരു ബോണ്ടും ആ ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് തന്നെയാണ് സെബാസ്റ്റ്യനും ദാസും അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ബിൽഡാകാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ഒരു നോ ലിമിറ്റേഷൻസ് എന്നാണ് ക്യാമറയുടെ മുമ്പിൽ. അത് അരുൺ സാർ തന്നൊരു കോൺഫിഡൻസ് ആണ്. നിങ്ങളൊരു പ്ലേ നിങ്ങൾ ചെയ്തോ, ഇതാണ് സിറ്റുവേഷൻ. അതൊരു 3-4 ടേക്ക് പോകുമ്പോഴായിരിക്കും ഡയലോഗ് പോലും നമുക്ക് പേപ്പറില്ലാതെ വർക്ക് ചെയ്തൊരു സിനിമയാണ്. ഒരു ഔട്ട്ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് ഇതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡയലോഗ്സ് എല്ലാം നമ്മളായിട്ട് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ ആ മൂഡിനനുസരിച്ച് പറയണം. ചിലപ്പോൾ അതിൽ വല്ല മിസ്റ്റേക്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഡയലോഗ് ഇവിടെ ആപ്റ്റ് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് കറക്റ്റ് ചെയ്യും. ഒരു 3-4 ടേക്ക് പോയി 5ാമത്തെ ടേക്കിലായിരിക്കും ഡയറക്ടർക്ക് ആ ഡയലോഗ്സ് ഓക്കെയാണ്, ഈ സീക്വൻസ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുമ്പോഴാണ് അത് കട്ട് ചെയ്യുക. അങ്ങനെയാണ് ദാസും സെബാസ്റ്റ്യനും കറുപ്പും കിട്ടിയും എല്ലാം ബിൽഡായത് ഇതിൽ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്യാരക്ടർ തമിഴ് ആണല്ലോ. അതെ. എങ്ങനെ ഈ പറഞ്ഞ ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഇല്ല, ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് എങ്ങനെയാണ് ഡീൽ ചെയ്ത്? ആക്ച്വലി തമിഴ് സിനിമകൾ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തമിഴ് ലാംഗ്വേജ് നല്ലപോലെ സംസാരിക്കാനും ഫ്ലുവൻസിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴ് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ മലയാളിയാണെന്നുള്ളത് ചിലപ്പോൾ അറിയില്ല. ഒരു തമിഴ് പയ്യൻ സംസാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ചിലവർ നോട്ട് ചെയ്ത് ചോദിക്കാറുണ്ട്, കാരണം നമ്മുടെ പ്രൊനൗൺസിയേഷനിൽ എവിടെയെങ്കിലും ഈ ഴായൊക്കെ വരുമ്പോൾ മലയാളിയാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വർക്ക് ആയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക അരുൺ സാറിൻ്റെ സെറ്റ്. ഞാനെപ്പോഴും നരിവേട്ടയോ അല്ലെങ്കിൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത പ്രൊജക്റ്റിലോ നമുക്ക് നാളെ ഒരു സീൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ഡയലോഗ് പേപ്പർ ഞാൻ ADസിൻ്റെ അടുത്തും അസോസിയേറ്റ്സിൻ്റെ അടുത്തും ഞാൻ കളക്ട് ചെയ്ത് റൂമിലിരുന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് എങ്ങനെയായിരിക്കും ഇത്, കാരണം ടോവിയും സുരാജേട്ടനും അല്ലെങ്കിൽ നമ്മുടെ കൂടെ വിജയ് സാറാണെങ്കിലും നിന്ന് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ അടിച്ച് നമ്മളത് ഭംഗിയാക്കണം എന്ന് വിചാരിച്ചുള്ള ഒരു ടെൻഷനാണ്. അപ്പോൾ ഞാൻ മേടിക്കുമായിരുന്നു. ഇതിൽ പോയി ജോയിൻ ചെയ്തപ്പോൾ ആദ്യം ഞാൻ ചോദിക്കുന്നുണ്ട് ഇവരോട്, സ്ക്രിപ്റ്റ് പേപ്പർ തരുമോ, നാളെ എന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രോ പറയാം, ടെൻഷൻ അടിക്കണ്ട എന്ന് പറയും. രാത്രി കുറേ നേരം കാത്തിരിക്കും, സ്ക്രിപ്റ്റ് വരില്ല. രാവിലെ ഷൂട്ടിന് പോകുമ്പോഴും ടെൻഷനോടെ പോകും. ഫസ്റ്റ് നിങ്ങളുടെ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത് പറയും. അപ്പോൾ ബ്രോ സ്ക്രിപ്റ്റ് പേപ്പർ തരൂ എന്ന് പറയുമ്പോൾ അപ്പോഴും തരില്ല. പിന്നെ ഡയറക്ടർ നേരിട്ട് വന്ന് നിൽക്കുമ്പോൾ പ്രണവ് സീൻ ഇതാന്ന് പറയും. ഇങ്ങനൊരു പാറ്റേണിലായിരിക്കും ഡയലോഗ്, അത് പുള്ളി തന്നെ പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് കേട്ട് നമ്മളത് പെർഫോം ചെയ്ത് അതൊന്ന് റീബിൽഡ് ചെയ്ത് ഒരു 3ാമത്തെ ദിവസമാണ് എനിക്ക് അറിയുന്നത് ഇതിൻ്റെ പാറ്റേൺ ഇതായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ അസോസിയേറ്റ്സിനോട് ചോദിക്കുന്നത്, ബ്രോ ഡയലോഗ് ഇല്ലാതെ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ വെൽക്കം ടു അരുൺ മാധേശ്വരൻസ് വേൾഡ് എന്ന് പറഞ്ഞ് അവർ ഇൻജ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ പോയത്. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു, നമുക്ക് ലേൺ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത്. മൊത്തത്തിൽ അരുൺ മാധേശ്വരൻ വേൾഡ് എങ്ങനെയുണ്ട്? ഭയങ്കര റോ ആണ്. അതായത് ഒരു കുഞ്ഞ് ഹൃദയമാണ്, ഒരു നല്ല മനുഷ്യൻ്റെ ഹൃദയം ഇത്രത്തോളം വയലൻസ് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം വയലൻസ് ഈ ഒരു രീതിയിൽ കാണിക്കുക എന്നുള്ളൊരു പേഴ്സണാണ്. രണ്ടും രണ്ട് പേഴ്സണാലിറ്റീസാണ്. പേഴ്സണലി നമ്മൾ അരുൺ ചേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കൂളാണ് പുള്ളി. നമ്മുടെ ബ്രദറിനോട് സംസാരിക്കുന്ന പോലെ, എനിക്ക് ലോകേഷ് സാർ എങ്ങനെയാണോ അതുപോലെയാണ് ഇപ്പോൾ അരുൺ സാർ. ഞാൻ ആദ്യം സാറിന് വിളിച്ചു, പിന്നെ അത് അണ്ണയായി മാറി, ഇപ്പോൾ ഒരു ബ്രദർഹുഡ് റിലേഷൻഷിപ്പിലാണ്. അങ്ങനെ ഒരു കൂളായിട്ടുള്ള പേഴ്സണാണ്. ബട്ട് ഇൻ ഫ്രണ്ട് ഒരു ഷോട്ട് തുടങ്ങണം, എനിക്കിത് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിനുവേണ്ടി ഭയങ്കര മെനക്കെടൽ. 14 പ്രാവശ്യം ഞാൻ ആ വീഴുന്ന ഷോട്ട് എടുത്തായിരുന്നു. അതാണ് എൻ്റെ ഹോട്ടൽ സീൻ അല്ല, ഞാൻ ഡെഡ് ആകുന്ന സീൻ. അപ്പോൾ അതാണ് എൻ്റെ പടത്തിലെ ആദ്യത്തെ ഷോട്ട്. അവിടെയാണ് ആദ്യം കൊണ്ടുപോയി വെക്കുന്നത്. ക്ലൈമാക്സ് ആണ് എൻ്റെ ക്ലൈമാക്സ് ആണ് ആദ്യം കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ 10 പ്രാവശ്യം വീണ് കഴിഞ്ഞപ്പോൾ ചോര ഇതൊക്കെ വന്നു. ഞാൻ ആകെ ടയർഡായി ഡെസ്പായി. രാത്രി 2 മണിക്ക് ഒക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്.
അപ്പോൾ എങ്ങനെയെങ്കിലും വീണ് പോകാതെ ഒന്ന് പിടിച്ച് നിൽക്കണത് കഴിയുന്ന വരെ എന്നുള്ളൊരു ബൂസ്റ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ 14ാമത്തെ പ്രാവശ്യം പുള്ളി ഓക്കെ ആക്കി കഴിഞ്ഞിട്ട് പ്രണവ് ടേക്ക് ഓക്കെ ആയിട്ടുണ്ട്, ഓക്കെയാണ്, നല്ല രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞു. അതിന് മുമ്പ് ഞാൻ അനുഭവിച്ച വേദനയൊന്നും പറയാൻ പറ്റില്ല. കാരണം അതാണ് പുള്ളി എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു എനിക്ക് ആ ഒരു സമയം അനുയോജ്യമായി എന്നുള്ളതാണ്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയറക്ടർ. റോ ആയിട്ട് എല്ലാം കിട്ടണമെന്നുള്ള ഒരു വാശിയുള്ള ഒരാളാണ്. യെസ്, തീർച്ചയായിട്ടും. അത് എന്നോട് മാത്രമല്ല, എല്ലാ ആർട്ടിസ്റ്റിനോടും. ലോകേഷ് സാറിനെ അടക്കം അത്രയും പാടുപെടുത്തി ആ ക്യാരക്ടർ നല്ലപോലെ വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ലോകേഷ് സാർ പറയുണ്ടായി, ഞാൻ ആക്ടിങ് ഭയങ്കര സിമ്പിളാണെന്നാണ് വിചാരിച്ചത്, ഇനി എന്നെ അഭിനയിക്കാൻ ആരും വിളിക്കരുത്, ഞാൻ വരില്ല എന്നുള്ള രീതിയിൽ തമാശയ്ക്ക് പുള്ളി പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് DC-യിൽ. എങ്ങനെയുണ്ട് ലോകേഷ് സാർ ആസ് ആൻ ആക്ടർ? അത് നമ്മളെല്ലാവരും അതിശയിച്ച് പോയതാണല്ലോ, ഞാനും അതുപോലെ അതിശയിച്ച് പോയത്. കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഇതുണ്ടല്ലോ, ഞങ്ങളൊക്കെ തിയേറ്ററിലാണ് കാണുന്നത്. അതെ അതെ, നിങ്ങൾ ഒപ്പം നിന്ന് കാണുകയാണ്. ആക്ച്വലി മാസ്റ്ററും വിക്രമും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറക്ടർ എന്ന മോഡിൽ നമുക്ക് പുള്ളീനെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു സീൻ മേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻഷിപ്പ് ലീഡ് ചെയ്ത് കൊണ്ടുപോകണത്. കാരണം വലിയൊരു യൂണിറ്റ് ആയിരിക്കും ലോകേഷ് സാറിൻ്റെ സിനിമ എന്ന് പറയുന്ന. ടെക്നീഷ്യൻസ് ഒരു 10,000-3000 പേര് സെറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റിൽ ഒരു ക്യാപ്റ്റനായിട്ട് നിന്ന് പുള്ളി അത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി കണ്ടിരിക്കാൻ ഭയങ്കര നല്ല രസമാണ്. പിന്നെ ഒരു ആർട്ടിസ്റ്റിനോട് പുള്ളി ഡയലോഗ് പറഞ്ഞു കൊടുത്ത ആളോട് വർക്ക് മേടിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ബട്ട് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ പുള്ളി എന്ത് ചെയ്യും എന്നുള്ളത് ഞാനും കുറച്ച് ടെൻഷൻ അടിച്ചു. കാരണം ഇത് വർക്കായില്ലെങ്കിൽ, ഓൾറെഡി കുറേ ട്രോൾസും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് വർക്കായില്ലെങ്കിൽ വീണ്ടും പുള്ളീനെ ആ ഒരു സോണിലേക്ക് തള്ളാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കും ടെൻഷനായിരുന്നു. പുള്ളി ചോദിച്ചു, ഇത് ആൾക്കാർ ചിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും, മൊത്തത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണല്ലോ ഇപ്പോഴും. അപ്പോൾ ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, അരുൺ സാറിനോട് പറഞ്ഞത്, നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നമുക്കൊരു 5 മിനിറ്റ്സ് ആദ്യം ഷൂട്ട് ചെയ്യാം. പടത്തിൻ്റെ ടോട്ടൽ പടം ബിഗിനിങ്ങിൻ്റെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് ഷൂട്ട് ചെയ്യാം, വർക്കായി കഴിഞ്ഞാൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നത്. പിന്നെ പുള്ളിയുടെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ആ റോ ഫുട്ടേജ് കാണിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. അതിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ലോകേഷ് സാർ ദാസ് വർക്കായിട്ടുണ്ട്, ടെൻഷൻ അടിക്കണ്ട, ഇതിൽ ലോകേഷ് സാറായിട്ട് കാണുന്നേ ഇല്ല. ആൻഡ് അരുൺ സാറിനോടും പറഞ്ഞു, ലോകേഷ് സാറിനെ ഇതുപോലെ പ്രസൻറ്റ് ചെയ്തതിന് ഒരുപാട് നന്ദി. കാരണം ഒരു അനാവശ്യമായിട്ടുള്ള ചിരി പോലും ആ ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്ത് കളയും. അതുകൊണ്ട് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് സ്കെച്ച് ചെയ്ത് ലോകേഷ് സാറിൻ്റെ അടുത്ത് എന്ത് മേടിക്കണോ അത് കറക്റ്റായിട്ട് പുള്ളി മേടിച്ചു എന്നുള്ളതാണ്. അതും ലോകേഷ് സാർ മെനക്കെട്ട് പെർഫെക്റ്റ് ആയിട്ട് അത് തന്നു എന്നുള്ളതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ നിങ്ങൾക്കിടയിലൊരു പറഞ്ഞ പോലെ കുറച്ച് 2 പടങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു, പിന്നീട് നിങ്ങൾ ഒരു ബോണ്ടിങ് വരുന്നു. ഇത് ദാസിനും സെബാസ്റ്റിനും എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? അതാ ഞാൻ ഓൾറെഡി പറഞ്ഞത്. എനിക്കിതിൽ നരിവേട്ടയെ ചെയ്ത പോലെ ഒരു ഹോംവർക്കോ പ്രിപ്പറേഷൻസോ റൂമിലിരുന്ന് ടെൻഷൻ അടിയോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ആ 2 ദിവസത്തെ ഡയലോഗ് കിട്ടുന്നില്ല എന്നുള്ളൊരു ടെൻഷനല്ലാതെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലോകേഷ് സാറും ഇല്ല, എൻ്റെ ക്ലോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തത്. അപ്പോൾ പിന്നെ ലോകേഷ് സാർ വന്നതിന് ശേഷം എനിക്ക് നമുക്ക് ഓൾറെഡി വർക്ക് ചെയ്തൊരു ഡയറക്ടർ കൂടെ ഉണ്ട് എന്നുള്ളൊരു കംഫർട്ട് സോണ്, പിന്നെ ഒരു ബ്രദറാന്നുള്ളൊരു ഫീലും ഉണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ പുള്ളിയോട് അവതരിപ്പിക്കാം. ഈ ക്യാരക്ടേഴ്സും അങ്ങനെയുള്ളൂ, ഇവരൊരു ബ്രദർഹുഡുള്ള. അതെ അതെ, എനിക്ക് അരുൺ സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നതിനേക്കാളും, അതായത് സീക്വൻസ് വൈസും പുള്ളിയുടെ സിനിമ എന്താണെന്നുള്ളത് ഞാൻ പുള്ളിയുടെ അടുത്ത് ഡൗട്ട് ചോദിക്കും. ബട്ട് ഞാനിത് ചെയ്തോട്ടെ ലോകേഷ് അണ്ണ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ, നീ ഇത് ചെയ്യ്, അല്ലെങ്കിൽ അത് നീ ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ കറക്റ്റ് ചെയ്ത് തരാനും സാർ അടുത്തുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു നരിവേട്ടിൽ ടോബി ചേട്ടനും. നമ്മൾ അത്രയും ഇപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഫൈറ്റിലൊക്കെ നെഞ്ചത്ത് ചവിട്ടുന്ന സീനിൽ എനിക്ക് കാല് പൊങ്ങുന്നില്ലായിരുന്നു. എങ്ങനെയാ ഈ മനുഷ്യനെ ഞാൻ ചവിട്ടുക എന്നുള്ള രീതിയിൽ, എടാ നീ ചവിട്ടിയാലേ അത് വർക്കാവുള്ളൂ, നീ ചെയ്തോ എന്ന് പറഞ്ഞ് ആ ഒരു ബൂസ്റ്റ് തരുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ. അതേപോലെ തന്നെയാണ് ഇവിടെ ലോകേഷ് സാറും ഇങ്ങനെ പറയടാ, ഇത് നിനക്കുള്ള മൊമെൻറ്റാണ്. ഞാൻ പുള്ളിയുടെ ചോര തുടയ്ക്കുന്ന ഒരു രംഗമുണ്ട് അകത്തേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ അത് ആക്ച്വലി അങ്ങനെ ആയിരുന്നില്ല, പെട്ടെന്ന് കണ്ടിട്ട് വാടാ ഞങ്ങൾ പോവാന്ന് പറഞ്ഞ് പോകുന്നൊരു മൂഡായിരുന്നു. പിന്നെ ലോകേഷ് സാറാണ്, എൻ്റെ നെഞ്ചത്ത് ബ്ലഡ് ഉണ്ട്, നീ ഒന്ന് അടുത്തേക്ക് വന്നിട്ട് ഈ ബ്ലഡ് ഇടാ ഇനിയിപ്പോ എന്ന് പറഞ്ഞ് ആ ഒരു ഇമോഷൻ പറ, നിനക്കത് ഓഡിയൻസിൽ വർക്ക് ആവുന്നുള്ളത്. അതേപോലെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് അതെന്തിനാ പുള്ളി അത് അവിടെ പറഞ്ഞു എന്നുള്ളത്. അതേ പോയിന്റ് എൻ്റെ അടുത്ത് കുറേ പേര് പറയുകയും ചെയ്തു മെസ്സേജസിലൊക്കെ. പുള്ളി ഇങ്ങനെ കവിളത്ത് കിള്ളുന്ന ഇതും ആ ചോര തുടച്ചു കൊടുത്തതൊക്കെ ഭയങ്കര കണക്റ്റായി ബ്രോ, പെട്ടെന്ന് സെബാസ്റ്റ്യൻ മരിച്ചപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ പറയുകയും ചെയ്തു. അതൊരുപാട് സന്തോഷമുള്ള കാര്യമാണ്. സെബാസ്റ്റ്യൻ്റെ ഡെത്ത് അതൊരു പെട്ടെന്ന് തീർന്നു എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഒരു ആൾക്ക് വർക്കാവുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതെ, ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇനിയും കുറച്ച് പോർഷൻസ് ഷൂട്ട് ചെയ്തായിരുന്നു. ബട്ട് ഡ്യൂറേഷനും കുറച്ച് സെൻസാറിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം നമുക്ക് 250 എന്നുള്ളത് 220 മാറ്റേണ്ടി വന്നു. അപ്പോൾ അതിൽ എൻ്റെ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ഞാനും ലോകേഷ് സാറും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ അച്ഛനെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലൊരു സീക്വൻസ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു, അതൊക്കെ കട്ടായി പോയതാണ്. ബട്ട്
ഇത്രയും വലിയ സിനിമയിൽ ഇപ്പോൾ കിട്ടി, കറുപ്പ്, ലോകേഷ് സാറ്, വാമിക എല്ലാവരും ഭയങ്കര ബ്രഹ്മാണ്ഡ പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കുഞ്ഞു സൈഡിൽ ഇങ്ങനെ ഇവിടെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ജീവിക്കാം, സോഫ്റ്റ് ആയിട്ടൊന്നും ചെയ്യണ്ട, നമുക്ക് പോവാം, ആ ഒരു സിറ്റുവേഷനിൽ അവർ സപ്പോർട്ട് ചെയ്യാൻ തോക്കും വാളും എടുത്തിട്ട് പോകുന്നു എന്നല്ലാതെ സെബാസ്റ്റ്യൻ അങ്ങനത്തെ ഒരാളെ അല്ല. അപ്പോൾ അത് വർക്കാകുമോ, അത് ആൾക്കാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ നോട്ട് ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ഡയറക്ടർക്ക് അറിയാലോ ഏത് ക്യാരക്ടർ എവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് വർക്കാകുക എന്നുള്ളത്. അത് ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അരുൺ സാറിനോട് വിളിച്ച് പറയുകയും ചെയ്തു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സാർ, ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടർ വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും എന്നുള്ളൊരു സ്റ്റേജിലായിരുന്നു. ബട്ട് സാറ് എങ്ങനെയാണ് സ്കെച്ച് ചെയ്തതെന്നുള്ളത് ഞാൻ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരുപാട് നന്ദി, നമുക്ക് ഇനിയും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പുള്ളി യെസ്, എൻജോയ് ദിസ് മൊമെന്റ് പ്രണവ് എന്ന് പറയുകയുണ്ടായി. ഈ സെബാസ്റ്റ്യൻ നേരത്തെ പറഞ്ഞു, സെബാസ്റ്റ്യൻ ആള് സോഫ്റ്റ് ആണ്, പക്ഷെ എങ്കിൽ പോലും ഈ ഒരു ഹോട്ടൽ സീനിൽ അയാൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫൈറ്റ് ചെയ്യുമ്പോൾ പോലും അയാളുടെ സോഫ്റ്റ്നെസ് ഉണ്ട്. അയാളാണ് ആദ്യം ഇവരെല്ലാവരും പിടിച്ചു മാറ്റാണ് വേണ്ട എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഫൈറ്റ് ചെയ്യാൻ നേരത്തെ അയാളും കൂടെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഫൈറ്റ് സീനിന്റെ ഒരു മെമ്മറി, അതായത് ആ ഒരു എക്സിക്യൂഷൻ എങ്ങനെയാണ്? പൊതുവേ എനിക്ക് വരുന്ന സാധനങ്ങളെല്ലാം ഒരു സിനിമയിൽ ഇടി കൊള്ളാനോ ഇടിക്കാനോ ചോര പൊട്ടി ഒലിക്കാനോ ഇങ്ങനെയുള്ള പരിപാടികൾ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. ഞാനത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ആ സിനിമയിലേക്ക് ഞാൻ മീറ്റിങ്ങിന് പോകുന്നത് തന്നെ, ആദ്യത്തെ മീറ്റിങ്ങിന്. ഇതും അരുൺ സാറിൻ്റെ പടം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും റോക്കി തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, നമ്മളെ കൊണ്ടുപോയിട്ട് മുല്ലപ്പൂവും റോസാപ്പൂവായിട്ട് വരാൻ പറയില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയാണെന്ന് അറിഞ്ഞു. സെബാസ്റ്റിൻ്റെ ക്യാരക്ടർ ഡെപ്ത് എന്താണെന്ന് മനസ്സിലായ ശേഷം അവൻ ഫൈറ്റ് ചെയ്യും, അവൻ തോക്കെടുക്കും, അവൻ ഷൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്, ആ ഒരു സിറ്റുവേഷൻ തരണം ചെയ്ത് പോകണം എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഗോളുണ്ട്, ആ അങ്കാണി എന്ന് പറയുന്ന ആ ഒരു പയ്യൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല കാര്യം കൂടെ ചെയ്തിട്ട് നമുക്ക് പോകാമെന്നുള്ള സോണിലാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഓടുന്നതിൻ്റെ ഇടയിലാണ് ബാറിൽ അതുപോലെയുള്ളൊരു ക്യാരക്ടർ വന്ന് നമ്മുടെ അടുത്ത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാനത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നു. പിന്നെ നമ്മളെ കയറി പറയുന്ന സമയത്ത് ദാസിന് പൊറുക്കില്ല. അങ്ങനെ തുടങ്ങുന്ന ഫൈറ്റാണ്. അപ്പോൾ അവനും ഒന്നും ആകരുത് എന്നുള്ള പ്രൊട്ടക്ഷനിൽ ഇവന്മാരെയും തല്ലണം എന്നുള്ള മോഡിലാണ് അത് ഞാൻ സെബാസ്റ്റ്യൻ്റെ ക്യാരക്ടറും ഫൈറ്റ് ചെയ്യുന്നത് അവിടെ. പിന്നെ ഈ ഫൈറ്റിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ ഷോട്ട് പ്ലാൻ ആയിരുന്നു. ടോട്ടലി ഇങ്ങനെ ഒരു സാധനം വേണം. പുള്ളിക്ക് അരുൺ സാറിന് അതും ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് സിനിമയിൽ ഇതുപോലെ ഒരു ബോട്ടിൽ ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസ് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 1 day ബിഫോർ ഒരു റിഹേഴ്സൽ പോലെ ഞങ്ങൾ ചെയ്തു, ഒരു ഡേ ഫുള്ള്. പിന്നെ ഈ ഷൂട്ട് തുടങ്ങിയ ശേഷം ഏകദേശം 200-250 ഷുഗർ ബോട്ടിൽസ് ഞങ്ങൾ പൊട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ലോകേഷ് സാറിനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഷുഗർ ഗ്ലാസ് ആണെങ്കിലും ഇത് ശരീരത്ത് അവിടെ കീറുമല്ലോ, ഇങ്ങനെ കൊണ്ട് വലിക്കുന്ന സമയത്തൊക്കെ കീറും. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നു. ബട്ട് ഔട്ട് കണ്ടപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഫൈറ്റ്. അതിന് ഏറ്റവും പ്രധാനം PC സ്റ്റൺസ് പ്രഭു മാസ്റ്ററാണ്. നമ്മുടെ സിറൈ ഇതൊക്കെ ചെയ്തത് പുള്ളിയാണ്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു മാസ്റ്ററാണ്. പുള്ളിയുടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. വഴക്കൊക്കെ കൊള്ളുമായിരുന്നു, ഫൈറ്റ് എപ്പോഴും കൊള്ളും വഴക്ക്. ബട്ട് അതിനുശേഷം അത് നമ്മൾ തെറ്റ് തിരുത്തി ആ നല്ല ഔട്ട് വരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതിനുശേഷം പിന്നെ പുള്ളി കൂളായിട്ട് ഇപ്പം പാറ് എവിടെ ഇരിക്കുന്നു അങ്ങനെ ഒറ്റ ഡേ കൊണ്ട് ഒറ്റ ഡേയിൽ എടുത്ത് ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് മറ്റേ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ വരുന്ന കാരണം റീടേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ ബട്ട് ഒറ്റ ടേക്കിന്റെ പരിപാടിയാണ്. ബട്ട് 1 day അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ദിവസം എടുത്തു. ഈ നേരത്തെ പറഞ്ഞു ലോകേഷ് സാറിന് ട്രോളുകളൊക്കെ വരുന്ന സമയത്താണ് ഈ ദാസ് വരുന്നതും ടോട്ടലി ഒരു ഇത് വരുന്നതും. ഈ ട്രോളുകളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ട്? ലോകേഷ് സാറിന് ആ സമയത്ത് കൂലിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്? എന്താണ് ലോകേഷ് സാറിൻ്റെ ഒരു റെസ്പോൺസ്? നമുക്ക് പേഴ്സണലി പുള്ളീനെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു പോയിന്റിൽ നമുക്കും സങ്കടമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരാളെ, അതായത് ഒരു വർക്കിന് നമ്മളത് ഇഷ്ടമായില്ല എന്ന് പറയുന്നത് വേറെ, അതിനെ പിന്തുടർന്ന് അവരുടെ TRPക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ നമ്മളിങ്ങനെ ക്രൂരമായി കുത്തുന്നത് ശരിയല്ല എന്ന് എൻ്റെ പോയിന്റിൽ നിന്നും എനിക്ക് തോന്നും. നമ്മൾ അവരെ സ്നേഹിക്കുന്ന ലോകേഷ് സാറിൻ്റെ സർക്കിളിലുള്ള എല്ലാവർക്കും അത് തോന്നുന്നത് കാര്യമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കും, എനിക്ക് ചോദിക്കാൻ മടിയുണ്ടായിരുന്നു, കിട്ടിയും ചോദിക്കാൻ മടിയുള്ള ഒരാളാണ്. പക്ഷേ കിട്ടിയും ലോകേഷ് സാറായിട്ട് ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, സാർ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ടെൻഷനോട് കൂടെ നമ്മൾ ചോദിച്ചത് ഭയങ്കര കൂളായിട്ട്, എங்கள் അമ്മാവേ എനിക്ക് അമിച്ചു വിടുണ്ടാ എന്ന മാതിരി എന്ന് പറഞ്ഞു പുള്ളി. അപ്പോൾ നിങ്ങൾ കൂൾ താണ ഇതിൽ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് എന്നാ ചെയ്യാനാ? അപ്പോൾ നമ്മുടെ വർക്ക് അത്രയും ഭംഗിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിൽ ചെറിയൊരു അപാകത വരുന്ന സമയത്ത് നമ്മൾ ട്രോളാവുന്നു.
പിന്നെ എൻ്റെ 2 പടവും അങ്ങനെ ആയിപ്പോയത് കൊണ്ടുള്ളൊരു പ്രശ്നം കൊണ്ടാണ് അവർ അത്രയും ബൂസ്റ്റായിട്ട് അത് പറയുന്നത്. നാളെ ഞാനൊരു അല്ലുവിൻ്റെ പടം ഇപ്പോൾ ചെയ്ത് എനിക്കതിൽ കോൺഫിഡൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നിന്നോളും എന്ന് പറഞ്ഞു. പക്ഷേ DCനെ കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന പടത്തിന് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോകില്ല എന്ന് പുള്ളി അന്നേ പറഞ്ഞതാണ്. അതേപോലെ അല്ലുവിൻ്റെ പ്രൊജക്റ്റ് റിലീസായി അതിൻ്റെ റെസ്പോൺസ് നല്ല രീതിയിൽ വരുന്ന സമയത്ത് ഞാൻ ഇനി ഇൻ്റർവ്യൂ കൊടുത്തോളാം എന്നും പറഞ്ഞു. എനിക്ക് ആ കോൺഫിഡൻസ് ഭയങ്കര ഇഷ്ടമായി. കാരണം പുള്ളിക്കറിയാം, പുള്ളിയുടെ കയ്യിലൊരു എലമെൻ്റ് ഉണ്ട്. അത് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് നമുക്ക് എല്ലാവർക്കും മനുഷ്യരല്ലേ, വരുന്നതല്ലേ. അങ്ങനെ ഒരു ഫ്ലോയിൽ വന്നതാണ്. പക്ഷേ ട്രോളിനെ കുറിച്ചൊന്നും പുള്ളി സങ്കടപ്പെടാറില്ല, ബോധേഡാവാറില്ല. നമ്മളോടും പറയും നല്ല കൂളായിട്ടിരുന്ന അത്ര, അങ്ങനെ ഒരു പേഴ്സണാണ്. ഇപ്പോൾ ഇന്റർവെൽ സീൻ DCയുടെ അതൊരു എന്താ പറയുക, ദാസിന്റെ ഒരു പീക്ക് മൊമെന്റ് ആണ് വിത്ത് അനി മ്യൂസിക്. അത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഇത് എങ്ങനെയായിരുന്നു? പ്രണവ് സീനിലേ ഇല്ല, പക്ഷേ ഒരു പീക്ക് മൊമെന്റ് ആണല്ലോ അത്. ആ പടത്തിന് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള റീലുകളും കാര്യങ്ങളും ഇന്നത്തെ ജെൻസി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ പടത്തിലേക്ക് ഇന്നാകുന്ന ഒരു മൊമെന്റ് കൂടെയാണ്. അതെ അതെ. തിയേറ്റർ മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് മൊത്തത്തിൽ ഈ പടം 2 മണിക്കൂർ 20 മിനിറ്റും ഗൂസ് ബംസ് എവിടേക്കാണ് നമ്മൾ, അതായത് നമ്മൾ അഭിനയിച്ച സീക്വൻസ് വരെ ഇവർ ഇങ്ങനെ അത് എന്താ പറയുക ഭംഗിയായിട്ട് മെനഞ്ഞെടുത്ത് വെച്ചേക്കുമെന്ന് പറയില്ലേ. ഞാൻ അഭിനയിക്കുമ്പോൾ പോലും എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ഫീൽ എങ്ങനെയാ, ഇമോഷൻ എങ്ങനെയാ, എങ്ങോട്ടാ അത് ട്രാവൽ ചെയ്യുന്നത്, വാമികയുടെ സീക്വൻസ് ഒക്കെ എന്തൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒന്നും അറിയില്ല. ടോട്ടലി ആ ഒരു സിനിമയിൽ ഇല്ല, കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ സ്ക്രിപ്റ്റ് വേറൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു. പിന്നെ എനിക്കും പാർവതിയും ഉള്ള പോർഷൻസ് ആണ് ഞങ്ങളുള്ള ആ ഒരു ഏരിയ. പക്ഷേ സെറ്റിൽ വെച്ച് കണ്ടു, ബ്യൂട്ടിഫുൾ പേഴ്സണാണ്. ഞാൻ വാമികയുടെ ഒരു വലിയ ഫാനാണ്. അപ്പോൾ പുള്ളിക്കാരത്തെയൊക്കെ ചെയ്തു വെച്ചേക്കുന്നതൊക്കെ കണ്ടിട്ട് ടോട്ടലി ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. DC എനിക്കൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും. ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അത്ഭുതമുണ്ട്, പിന്നെ സന്തോഷമുണ്ട്. പക്ഷേ ഒരുപക്ഷെ അരുൺ മാധേശ്വരായിട്ടുള്ള ഒരു കോൺടാക്റ്റിംഗ് കാരണമാണ്. യെസ്, അതും ഞാൻ തികച്ചും വിശ്വസിക്കുന്ന ഒരാളാട്ടോ. ഇപ്പം നമുക്ക് നരിവേട്ട ഹിറ്റായി, അടുത്ത പടം നമ്മളെ വിളിച്ച് ചാൻസ് തരും എന്നൊരിക്കലും നമ്മൾ പറയാൻ പറ്റില്ല. ഞാൻ ഇനി വരാനുള്ള പിള്ളേർക്ക് ഞാൻ പറയുന്നത് അത് തന്നെയാണ്. നമ്മൾക്കൊരു പടം കിട്ടി, നമ്മളതിലൊരു നല്ല ക്യാരക്ടർ ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾ വീട്ടിലിരിക്കരുത് ഒരിക്കലും. നിങ്ങൾ ചെയ്ത ക്യാരക്ടറേയും കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡയറക്ടേഴ്സിനെ നിങ്ങൾ ഫോളോ ചെയ്യണം, അവരുടെ അടുത്ത് വീണ്ടും ഒരു ചാൻസ് ചോദിക്കണം. നമുക്ക് പൈസയൊന്നും ഇല്ലല്ലോ, ഒരു ചാൻസ് അല്ലേ, ചോദിക്കുക. അത് കിട്ടുന്ന സമയത്ത് ജെന്യൂനായിട്ട് നമ്മളത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ നരിവേട്ട കഴിഞ്ഞ് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, അടുത്തൊരു പ്രൊജക്റ്റ് വരുന്നില്ലല്ലോ എന്ന്. കാരണം എല്ലാവരും കണ്ടതാ, എല്ലാവരും എന്നെ വിളിച്ച് സംസാരിച്ചതോ. ആരും വിളിച്ചില്ലേ പോലും ഇതാരും കണ്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നാം. എല്ലാവരും വിളിച്ച് നല്ല പെർഫോമറാന്ന് പറയുന്നുണ്ട്, പക്ഷേ മലയാളത്തിൽ നിന്നൊരു പ്രൊജക്റ്റ് കോൾ വന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ തമിഴും അറിയാവുന്നതുകൊണ്ട് ഞാൻ തമിഴ് ഡയറക്ടേഴ്സ് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത് മിഷ്കിൻ സാറ്, മാരി സെൽവരാജ് സാറ്, അരുൺ മാധേശ്വരൻ സാറ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അതിലെനിക്ക് റിപ്ലൈ തരുന്നത് അരുൺ മാധേശ്വരൻ സാറായിരുന്നു. ലോകേഷ് സാറ് തരും, മിഷ്കിൻ സാറൊന്നും അങ്ങനെ റിപ്ലൈ തരാത്ത ആളാണ്, മാരി സാറും തരില്ല. അങ്ങനെ സാറ് റിപ്ലൈ തന്നുകൊണ്ട് ഞാൻ പുള്ളിയായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നരിവേട്ട കറക്റ്റ് കഴിഞ്ഞ ശേഷം സാർ ഇങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോഡ്സ് ഗ്രേസ് പുള്ളി അത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നല്ലൊരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ കണ്ണിലേക്ക് അത് എത്തും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനത് അയച്ചത്. അങ്ങനെ കണ്ടു, DC സംഭവിച്ചു. അതേപോലെ DCയുടെ സെറ്റ് വെച്ച് മാരി സെൽവരാജ് സാറിനെ കാണാനുള്ളൊരു ചാൻസ് കിട്ടി. ഇവരെല്ലാവരും ഒരേ സർക്കിളായത് കാരണം പുള്ളി വന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പുള്ളീനെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അരുൺ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, മാരി തന്നെ ഫ്രണ്ട് താ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി. പുള്ളി എന്നെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല, ലോകേഷ് സാർ എല്ലാവരും നിൽക്കുന്നുണ്ട്, എൻ്റെ ഗുരുവാണ്, ആദ്യത്തെ പടം എനിക്ക് തന്ന ആളാണ്, ഞാൻ അതൊന്നും ആലോചിച്ചില്ല. കാരണം പുള്ളി നരിവേട്ട കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, റീസെൻ്റ്ലി നരിവേട്ട എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു, அந்த ട്രൈബൽ ക്യാരക്ടർ നീ தானே பண்ண, ரொம்ப ബ്യൂട്ടിഫുള്ളാக பண்ணியிருந்தேன், உன்னோட നമ്പർ வந்து അസിസ്റ്റൻ്റ് കിட்ட കൊടുത്തുക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മൊമെൻ്റ് ഇവിടെ ഉണ്ടായി. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഗോളിലേക്ക് ഓടുന്ന സമയത്ത് മാജിക്കലായിട്ട് നമുക്ക് ദൈവം തന്നെ ഓരോരും കൊണ്ടുവന്ന് തരും എന്നുള്ളൊരു ചാൻസ് ചോദിക്കണം. യെസ്, തീർച്ചയായിട്ടും. ഇനിയും ഞാൻ ഈ DC വെച്ച് ഞാൻ ഇനിയും ചാൻസുകൾ ചോദിച്ചാലേ എനിക്ക് അടുത്ത പരിപാടി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് നരിവേട്ടയിലെ താമി ഒരു വർഷത്തിന് ശേഷം റീകളക്ട് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ എങ്ങനെയാണ് പ്രണവ് എന്ന് പറയുന്ന ഒരു ആക്ടറെ റീഡിഫൈൻ ചെയ്യുന്നതിൽ ഗുണം ചെയ്തിട്ടുള്ളത്? നമ്മളിപ്പോൾ സിനിമയിൽ കുറേ ആക്ടേഴ്സ് ഒരു ക്യാരക്ടർ ചെയ്തവരെ പേരെടുത്ത് വിളിക്കുന്നു എന്ന് പറയില്ലേ. ഇപ്പോൾ മണിച്ചേട്ടൻ ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ റോഡിലേക്ക് പോകുമ്പോൾ
മറ്റേ മണിയെ പുള്ളി ചെയ്ത ക്യാരക്ടർ നെയിമും വെച്ച് വിളിക്കുമല്ലോ, കരുമാടിക്കുട്ടാന്നോ വാസന്തി ലക്ഷ്മിയിൽ അങ്ങനെയൊക്കെ ചോദിക്കുമല്ലോ. അതുപോലെ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് തന്നെ ആദ്യമായിട്ടാണ് താമി താമി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് ആൾക്കാർ താമി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് നമ്മളിലേക്ക് എത്തിയപ്പോൾ അതും ഞാൻ പുഷ് ചെയ്തിട്ട് ഇതുപോലെ അവരുടെ നരിവേട്ടയുടെ മോഷൻ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് വന്ന ഓപ്പർച്യൂണിറ്റിയാണ് നരിവേട്ട. അപ്പോൾ അനുരാഗ് ചേട്ടൻ്റെ ഒരു കോണ്ടാക്റ്റ് കിട്ടുന്നു, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് നമ്മൾ എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് പഠിച്ചു. പിന്നെ നമ്മൾ പോയി നിന്ന സെറ്റിൽ ഫുൾ ഒറിജിനൽ ട്രൈബ് കമ്മ്യൂണിറ്റിയിലുള്ള പേഴ്സൺസും മുത്തങ്ങ ഇൻസിഡൻറ്റിൽ വേദന അനുഭവിച്ചവരും അതിലുണ്ടായിരുന്നതുകൊണ്ട് ആ ക്യാരക്ടറിന് ഒരുപാട് ഗുണം ചെയ്തു എന്നുള്ളത്. ഓരോ കാര്യങ്ങൾ അവർ പറയുന്നതെല്ലാം എൻ്റെ മനസ്സിൽ കയറും. അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ട് മുന്നിൽ നിന്ന് ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡുമായിരുന്നു. അത് തെറ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കരുത്, ഞാൻ എന്നെക്കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കണമെന്ന് പറഞ്ഞ് ചെയ്തതാണ് അവരുടെ സപ്പോർട്ടോടുകൂടെ. അങ്ങനെ താമി എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെ സ്റ്റാൻഡായി നിന്നു. ഇപ്പോൾ DC കഴിഞ്ഞ ശേഷം താമീനെ കാണുമ്പോൾ നരിവേട്ടാന്ന് ഓർക്കുന്നുണ്ട്, പക്ഷേ പേര് എന്നെ സെബാസ്റ്റ്യൻ എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത്. സെബാസ്റ്റ്യനിലേക്ക് ചെറിയ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതെ. ലോകേഷ് സാറിനെ പറ്റി 2 പ്രൊജക്റ്റുകൾ ആസ് എ ഡയറക്ടർ ലോകേഷ് സാറിനോട് 2 പ്രൊജക്റ്റ് വർക്ക് ചെയ്തു, മാസ്റ്ററും വിക്രമും. എങ്ങനെയാണ് ലോകേഷ് പിന്നീട് ഇങ്ങോട്ടുള്ള ഗ്രോത്തിൽ പലപ്പോഴും ലോകേഷ് സാർ എന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ, എങ്ങനെയാണ് ലോകേഷ് സാറിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് മാസ്റ്ററിലേക്ക് എത്തുന്നത്? ആക്ച്വലി ഞങ്ങൾ പാലക്കാട് ഞങ്ങളുടെ വീട് സെറ്റിലായിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 20-25 മിനിറ്റ് എത്തിക്കഴിഞ്ഞാൽ കിണത്തുകടവ് എന്ന് പറയുന്ന, ഞങ്ങളുള്ളത് കേരള ബോർഡറാണ്. അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് പോയി കഴിഞ്ഞാൽ ലോകേഷ് സാറിൻ്റെ വീടാണ്. ലോകേഷ് സാർ ജനിച്ചു വളർന്ന കിണത്തുകടവ് എന്ന് പറയുന്ന പൊള്ളാച്ചിയുടെ അടുത്തുള്ള ഒരു വീട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാരലൽ ഏരിയയിലുള്ളവരാണ്. പക്ഷേ ഇതുവരെ ഞങ്ങളുടെ ഒരു പേഴ്സണൽ കോൺടാക്റ്റും ഇല്ല, ഒന്നും അറിയില്ല. ബട്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിംസൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലോകേഷ് സാറിൻ്റെ അസോസിയേറ്റും ഞാനും ഒരേ ബാച്ച്മേറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഷോർട്ട് ഫിലിംസിൽ വർക്ക് ചെയ്തൊരു കോൺടാക്റ്റ് വെച്ചിട്ടാണ് മാസ്റ്ററിൽ ഒരു കോളേജ് പരിപാടി ഉണ്ട്, നീ വാ നിനക്കൊരു സ്റ്റാർട്ട് കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളി ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അങ്ങനെ 2020 പോയി ലോകേഷ് സാറിൻ്റെ ടീമിൽ ചേർന്നു. എൻ്റെ വീട് ഇവിടെ എന്നൊക്കെ പറയുമ്പോൾ നീ ഊർക്കാരനാ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കണക്ഷൻ കിട്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ വരെയും പുള്ളിയുടെ ട്രാവലിൽ നമ്മൾ ഓർക്കുന്നു എന്നുള്ളത് തന്നെ എനിക്ക് വലിയ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഈ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വിജയ് പടം കൂടെയാണ്. അതെ അതെ അതെ. ഒരു വിജയ് പടം ലൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എങ്ങനെയുണ്ടായിരുന്നു? വിജയ് സാറിനൊപ്പം അത് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ഒന്നിച്ചുള്ള ഡാൻസ് ഉണ്ടായിരുന്നു, വിജയ് സാറോട് ഫൈറ്റ് സീൻ ഉണ്ട്, അഭിനയിക്കാൻ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി. എല്ലാ സോണും ഞാൻ മാസ്റ്ററിൽ വർക്ക് ചെയ്തതാണ്. അതേപോലെ വിജയ് സാർ എന്ന് പറയുമ്പോൾ ഞാൻ ആക്ച്വലി സിനിമ മോഹമായിട്ട് നടക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ സിനിമ കിട്ടുന്നതിന് മുമ്പ് ഞാൻ വിചാരിക്കുമായിരുന്നു വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് അഭിനയം നിർത്തിയാൽ മതി എന്നുള്ളൊരു സോണിലാണ് ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയും ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മളെ കുഞ്ഞുനാൾ തൊട്ട് കണ്ടുവരുന്ന ഒരാൾ, ആളുടെ വളർച്ച കണ്ട് ഞാനിങ്ങനെ അന്തം വിട്ടിട്ടാണ് ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. പുള്ളിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് മതി, അതാണല്ലോ നമ്മുടെ ഗോൾ എന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം സഹായിച്ച് ആദ്യം കൊണ്ടുപോയി നിർത്തുന്നത് വിജയ് സാർ. ഡാൻസ് ചെയ്യാൻ പറയുന്നു, ഡയലോഗ്സ് തരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചത് ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പോയിന്റ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. കുറേ ലേൺ ചെയ്യാനുണ്ട്, ഇനിയും നമുക്ക് ഒരുപാട് ഓടാനുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അധികം സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. 45 days വിജയ് സാറിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാകാൻ സാധിച്ചു. അതും നമ്മുടെ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ പുള്ളി എവിടെയും തനിച്ചു പോയിരിക്കില്ല. ആ പിള്ളേരുടെ ഇടയിൽ വന്നിരുന്ന് നീ എന്ത് ചെയ്യുന്നു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മളെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും അങ്ങനെയുള്ള ഒരു കോൺവെർസേഷനും, തോളിൽ കൈയിട്ട് അത്രയും വലിയൊരു സ്റ്റാർ നിൽക്കുമ്പോഴൊക്കെ നമ്മളാകെ ഇല്ലാതായി പോകുമെന്ന് പറയില്ലേ, അതുപോലെ ഇങ്ങനെ കൈയൊക്കെ കെട്ടി ഇങ്ങനെ കുറുകി നിൽക്കുമായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് അറിയാൻ പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ച് പുള്ളിയുടെ അടുത്ത് എന്ത് ചോദിക്കണമെന്ന് അറിയാതെ സംസാരിക്കാതെ പകച്ചു പോയി നിന്ന മൊമെന്റ്സ് ആയിരുന്നു അതൊക്കെ. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു വിജയ് സാറോട് ഒരു മാജിക്കൽ മൊമെന്റ്സ്. അതെ, ഇപ്പോഴും വിജയ് സാറിനെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന്. കരൂരൊക്കെ ആ ദുരന്തത്തിൽ എത്ര പേരാണ് കാണാൻ വേണ്ടിയിട്ട്, കൊച്ചു കുട്ടികളടക്കം ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു സോണിൽ വന്ന് നിന്നവരാണ് അവരൊക്കെ. അങ്ങനെയുള്ളൊരു സോണിൽ 45 ദിവസം ഡെയിലി വിജയ് സാറെ കാണാൻ പോകുന്നു. ഞാൻ ഷൂട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാവുക രാവിലെ, വിജയ് സാർ വരുമല്ലോ പുള്ളീനെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു ഓറയുണ്ട്, പുള്ളി ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 500 meters ഒക്കെ ഇങ്ങനെ ആൾക്കാർ കിടന്ന് ഇങ്ങനെ മറിയുന്നതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ ഒരു സംഭവം നടന്നു. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആകുന്നു. അവസാനമായിട്ട് ആരാണ് പ്രണവ് ടിയോഫിൻ? ഒന്ന്
സ്വയം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. പ്രണവ് ടിയോഫിൻ എന്ന് പറയുന്നത് ആരാന്ന് പറയാനുള്ള സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഇപ്പൊ ഞാൻ ഓരോ അല്ല, ഇന്റർവ്യൂസ് ഇതുവരെയുള്ള ഒരു ലൈഫിനെ കുറിച്ചൊന്ന് പറഞ്ഞു. സ്കൂൾ കാലങ്ങളെ തൊട്ട് കൂടെയുള്ളവരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും ചിരിപ്പിക്കാനും നിന്നൊരു പയ്യനായിരുന്നു പ്രണവ് ആക്ച്വലി. അപ്പോൾ ആ ഒരു എൻ്റർടൈനിങ്ങും നമ്മളെ സന്തോഷിക്കുന്നുണ്ട് നമ്മളെ ചുറ്റുമുള്ളവരെന്ന് അറിയുമ്പോൾ അതൊന്ന് വളർത്താനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് +1 +2 ഒക്കെ എത്തുന്ന സമയത്ത് നാടകങ്ങൾ ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു ഓരോ നാടകങ്ങൾ ചെയ്തിട്ട്. കറക്റ്റ് ഇനി അടുത്തത് എന്താ എന്ന് ചിന്തിക്കുമ്പോൾ സിനിമയാണ്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മലർവാടി ആർട്സ് ക്ലബ്ബിൽ വർക്ക് ചെയ്യുന്നു, പോക്കിരി രാജയിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയുടെ മുമ്പിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ എങ്ങനെ എത്തിപ്പെടാമെന്ന് അറിഞ്ഞ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്നു കോയമ്പത്തൂർ പോയിട്ട്. അവിടെ നിന്ന് കോൺടാക്ട് ബേസ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു 30ഓളം ഷോർട്ട് ഫിലിംസിൽ അഭിനയിക്കുന്നു. ആ ഷോർട്ട് ഫിലിംസിൻ്റെ ഒരു കോൺടാക്ട് വെച്ചിട്ട് മാസ്റ്റർ എന്നുള്ളൊരു ആദ്യത്തെ സിനിമയിൽ മുഖം കാണിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി, അതും ലോകേഷ് സാറിൻ്റെ കൂടെ വിജയ് സാറിൻ്റെ കൂടെ ഒരു നല്ല സ്റ്റാർട്ട് കിട്ടുന്നു. ഇപ്പോൾ 2026 DCO പോലെ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കും. ലോകേഷ് സാറിന്റെ കൂടെ തന്നെ ലോകേഷ് സാറിന്റെ ഡെബ്യൂ ആക്ടിംഗ് പ്രൊജക്റ്റിൽ ഒരു നല്ല റോള് കിട്ടുന്നത്. ഇനി ഫ്യൂച്ചർ എന്തൊക്കെയാണ്? ഫ്യൂച്ചറും ഇതുപോലെ ഞാനൊന്നും സ്കെച്ച് ചെയ്ത് അടുത്തടുത്ത് ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത പിടിക്കണം എന്നുള്ളൊരു മൂഡിലുള്ള ആളല്ല. ഇനിയും ഈ സാധനങ്ങൾ വെച്ച് എനിക്കിഷ്ടമുള്ള ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ അപ്രോച്ച് ചെയ്യും. അവരുടെ പ്രൊജക്ട്സ് തുടങ്ങുന്ന സമയത്ത് വർഷത്തിൽ ഒരെണ്ണം കിട്ടുന്നുള്ളൂ, ബട്ട് ദൈവം സഹായിച്ച് നല്ല പടം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നല്ല ഡയറക്ടേഴ്സിനെ ഞാൻ ഫോളോ ചെയ്യും. അവരോട് വർക്ക് ചെയ്യാനും നല്ല താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. സോ നല്ല പ്രൊജക്ട്സ് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നല്ലൊരു പ്രൊജക്ട് ചെയ്തിട്ട് നമ്മളായിട്ട് കോൺവെർസേഷൻ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.